നമസ്കാരം. ചാലക്കുടി മണ്ഡലത്തിൽ ഇക്കുറി രേഖപ്പെടുത്തിയത് 71.94% പോളിംഗ് ആണ്. നമുക്കറിയാം, എറണാകുളം ജില്ലയിലെ 4 നിയമസഭാ മണ്ഡലങ്ങളും തൃശൂർ ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. കയ്പമംഗലം, ചാലക്കുടി, അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ, ആലുവ, പെരുമ്പാവൂർ, അങ്കമാലി, കുന്നത്തുനാട് എന്നീ മണ്ഡലങ്ങൾ ചേരുന്ന ലോക്സഭാ മണ്ഡലത്തിൽ 71.94% രേഖപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ തവണ 80.94% രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ അവിടെ ഇക്കുറി ശരിക്കും വോട്ടിംഗ് ശതമാനം കുറവാണ്. ഇത് ആർക്ക് ഗുണം ചെയ്യും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അവിടെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, UDF സ്ഥാനാർത്ഥി ബന്നി ബെഹന്നാൻ, NDA സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണൻ, ഒപ്പം 2020 സ്ഥാനാർത്ഥി ചാർലി പോൾ എന്നിവരാണ് മത്സരിച്ചത്. പുറത്തു വന്ന അഭിപ്രായ സർവേകൾ പരിശോധിക്കുമ്പോൾ പ്രൊഫസർ സി രവീന്ദ്രനാഥ് ജയിക്കുമെന്ന് മാതൃഭൂമി പറയുന്നു, മനോരമ പറയുന്നു ബെന്നി ബെഹന്നാൻ ജയിക്കുമെന്ന്. ആര് ജയിക്കുമെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതായത് നമുക്കറിയാം, ഈ 4 മണ്ഡലങ്ങൾ, അതായത് ചാലക്കുടി മണ്ഡലത്തിലെ 4 മണ്ഡലങ്ങൾ UDF ആണ് ഭരിക്കുന്നത്. 3 മണ്ഡലങ്ങൾ മാത്രമാണ് LDF ഭരിക്കുന്നത്. പക്ഷേ UDF ഭരിക്കുന്ന 4 മണ്ഡലങ്ങളിലും ഒരു ഇടത് തരംഗമാണ്. ഇനി വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ആ 4 മണ്ഡലങ്ങളിൽ പല മണ്ഡലങ്ങളും LDF പിടിച്ചടക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, UDF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്, ഈ പാർട്ടിക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. രാജ്യത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നും ഇവർക്ക് പ്രധാനപ്പെട്ട ശബ്ദമാകാൻ കഴിഞ്ഞിട്ടില്ല. പൗരത്വ ഭേദഗതി നിയമത്തിലാണെങ്കിലും, മണിപ്പൂർ വിഷയത്തിലാണെങ്കിലും, ഒപ്പം സുപ്രീം കോടതി നിയമവിരുദ്ധമെന്ന് പറഞ്ഞ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് 2000 കോടിയോളം രൂപ കൈപ്പറ്റിയവരാണ് ഈ കോൺഗ്രസുകാർ എന്ന കാര്യങ്ങൾ കൂടിയൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ UDF എന്ന് പറയുന്ന പാർട്ടിയെ ഇനി ലോക്സഭയിലേക്ക് ജയിപ്പിച്ചു വിടുന്നത് കഴുത്തിൽ കത്തിവെക്കുന്നത് പോലെയാണെന്ന് വോട്ടർമാർ നന്നായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒപ്പം ഈ മണ്ഡലത്തിലെ MP ആയിരുന്ന ബെന്നി ബെഹന്നാന് കഴിഞ്ഞ 5 വർഷം ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ പലയിടങ്ങളിലൊക്കെ നേരിട്ട് പോയി അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ബെന്നി ബെഹന്നാനെ കാണാൻ പോലും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത് പല കോൺഗ്രസ്സുകാരുമാണ്. ചോദിച്ചു വരാതെന്ന് ഇപ്പൊ ഞാൻ പറയും, ഇവിടെ വോട്ട് ചോദിച്ചു വരാൻ ബെന്നി ബെഹന്നാനെ ആരും തന്നെ ഈ കഴിഞ്ഞ ഇലക്ഷന് ശേഷം ഇവിടെ ആരും കണ്ടിട്ടില്ല. അതിപ്പോ LDF ആവുമെന്നാണ് എന്റെ ധാരണ. അങ്ങനെ അങ്ങനെ തോന്നാൻ ധാരണ എന്ന് പറയുമ്പോ മറ്റുള്ളവരുടെ സംസാരങ്ങളിലൊക്കെ കേട്ടുകൊണ്ടാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ കുറെ ആയിട്ട് രാഷ്ട്രീയത്തിലൊന്നും ഇറങ്ങുന്ന ആളല്ല, പണ്ട് കാലത്തൊക്കെ പോയിട്ടുണ്ടെന്നുള്ളൂ. അപ്പൊ ഏത് രാഷ്ട്രീയത്തിലായിരുന്നു? ഞാൻ പണ്ട് കോൺഗ്രസിലായിരുന്നു. ഇക്കുറി LDF നാണ് സാധ്യത എന്നാണ് പറയുന്നത്. LDF ആണെന്നാണ് പ്രതീക്ഷ. LDF ജയിച്ചു വന്നിട്ടേ കാര്യമുള്ളൂ എന്നാണ് എന്റെ മനസ്സ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ ചാലക്കുടിയിൽ ബെന്നി ബെഹന്നാൻ എന്ന് പറയുന്ന MP-ക്ക് കഴിഞ്ഞ 5 വർഷം ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഈ പറയുന്ന ലോകസഭയിൽ പോലും കേന്ദ്ര സർക്കാരിനെ വിറപ്പിക്കുന്ന, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന ഒരു മികച്ച പ്രസംഗം പോലും കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ബെന്നി ബെഹന്നാൻ കഴിഞ്ഞ തവണ ജയിക്കാനുണ്ടായ സാഹചര്യം വേറൊന്നുമല്ല, നമുക്കറിയാം. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്നാൽ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ, കൂടുതൽ MP-മാരുണ്ടെങ്കിലേ ആകാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞ് വോട്ടർമാരെ പറ്റിച്ചപ്പോൾ ജനങ്ങളും വിചാരിച്ചു എന്നാൽ ജയിച്ചു പോകട്ടെ എന്ന്. ഒപ്പം ബെന്നി ബെഹന്നാൻ ഈ പ്രചാരണ പരിപാടിക്കിടെ ചില ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. പിന്നീട് ബെന്നി ബെഹന്നാന് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങിയത് ഈ UDF ഭരിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിലെ MLA-മാരൊക്കെ ആയിരുന്നു. അവരിറങ്ങിയൊക്കെയാണ് വോട്ട് ചോദിച്ചത്. അതുകൊണ്ടൊരു സഹതാപ തരംഗമൊക്കെ ബെന്നി ബെഹന്നാനോട് ഉണ്ടായിരുന്നു വോട്ടർമാർക്ക്. അങ്ങനെയാണ് ബെന്നി ബെഹന്നാൻ ഇവിടെ ജയിക്കുന്നത്. ഇന്നസെന്റ് തോക്കാനായിട്ട് കാരണമായതും ഈ പറയുന്ന ഈ ബെന്നിയോടുള്ള ഒരു സഹതാപ തരംഗം തന്നെയായിരുന്നു. എന്തായാലും ബെന്നി ബെഹന്നാൻ ജയിച്ച ശേഷം ഈ പറയുന്നത് പോലെ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നതൊക്കെ എന്തായാലും വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു. രാജ്യത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ബെന്നിയുടെ പങ്കെന്ത് എന്ന ചോദ്യങ്ങൾ കൂടി ഉയരുമ്പോൾ ബെന്നിക്ക് ഇതിലൊന്നും വ്യക്തമായ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൂടി ജനങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ബെന്നി ബെഹന്നാനെ ഇക്കുറി ഈ ചാലക്കുടി മണ്ഡലത്തിൽ ഒരു സാധ്യതയില്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറയാം. LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ള പെർഫോമൻസ് ആർക്കും മറക്കാൻ കഴിയാത്തതാണ്. അതായത് അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിന്ന പല സ്കൂളുകളും തുറക്കപ്പെട്ടു, ഒപ്പം പല സ്കൂളുകളും ഹൈടെക് ആക്കപ്പെട്ടു. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ചരിത്രം കുറിച്ച ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു നമ്മുടെ പ്രൊഫസർ സി രവീന്ദ്രനാഥ്. അങ്ങനെ ഒരു പ്രൊഫസർ സി രവീന്ദ്രനാഥിനെ പോലൊരു സ്ഥാനാർത്ഥി LDF-ന് കാൻഡിഡേറ്റ് ആയിട്ട് വരുമ്പോൾ എന്തായാലും ജനങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് തന്നെ ചാലക്കുടി മണ്ഡലത്തിലും നടന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ പല വീടുകളിലും ആർക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നു. ആ വീട്ടിലെ
ഓട്ടവകാശമുള്ള കുട്ടികളൊക്കെയാണ്. അപ്പോൾ അവർ ഇപ്പോൾ നന്നായി വിലയിരുത്തുന്നുണ്ട് ആര് ജയിച്ചു പോയാൽ കാര്യമുണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവരുടെയും പെർഫോമൻസ് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ സി രവീന്ദ്രനാഥ് മാഷിന് തന്നെ വോട്ട് ചെയ്യണം എന്ന് പല കുടുംബത്തിലും പല മക്കളും അച്ഛന്മാരോടും അമ്മമാരോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം നമ്മൾ ആ മണ്ഡലത്തെ അഭിപ്രായ സർവേ എടുക്കാൻ പോയപ്പോൾ പല കുട്ടികളും പ്രതികരിച്ചത് ഈ രീതിയിലൊക്കെയാണ്. അതായത് ഞങ്ങൾ ഇക്കുറി പറഞ്ഞിരിക്കുന്നത് സി രവീന്ദ്രനാഥിന് ചെയ്താൽ മതി എന്നാണ്. കാരണം രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. ഒപ്പം അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം നല്ല പ്രാസംഗികനാണ്. അദ്ദേഹത്തിന് എല്ലാ ലാംഗ്വേജും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹം ജയിച്ചു വരികയാണെങ്കിൽ ചാലക്കുടി മണ്ഡലത്തിന്റെ സ്ട്രക്ചർ തന്നെ മാറ്റും എന്ന് എന്തായാലും യുവസമൂഹം എന്തായാലും ആഗ്രഹിക്കുന്നു, അവർ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെ സി രവീന്ദ്രനാഥ് ജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ LDF-ന് ഞാൻ ചാൻസ് കാണുന്നുണ്ട്. കാരണം UDF ഇപ്പോൾ കറന്റ് കണ്ടസ്റ്റ് ചെയ്യുന്നത് ബെന്നി ബെഹനാൻ പണ്ടും MP ആയിരുന്നു. പക്ഷെ പൊതുവെ ആളെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായം വരുന്നില്ല. കാര്യങ്ങൾ അത്ര നന്നായി ചെയ്തു എന്ന് കരുതുന്നില്ല. പക്ഷെ രവീന്ദ്രൻ മാഷ് കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നല്ലോ. അപ്പൊ ആ ഒരു അഭിപ്രായം ഈ ഒരു ഇലക്ഷനിൽ അതിന്റെ റിസൾട്ടിൽ വരുമെന്ന് എന്റെ ഒരു അഭിപ്രായത്തിൽ മാഷ് ജയിക്കും തന്നെയാണ് തോന്നുന്നത്. രവീന്ദ്രൻ മാഷായിരിക്കണം. എന്തെങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം പോയ ബെന്നി ബെഹനാനായാലും നമ്മൾ പറയത്തക്ക രീതിയിൽ പുള്ളി ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ കണ്ടതായിട്ട് പോലും ഓർക്കുന്നില്ല. അപ്പോൾ ഉള്ളതിൽ നല്ല സ്ഥാനാർത്ഥി മാഷ് തന്നെയാണ്, കൂടുതൽ ജനപ്രിയനും മാഷ്. ഇനി BJPയെ സംബന്ധിച്ച് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥി BDS-ന്റെ ഒരു നേതാവാണ് ഉണ്ണികൃഷ്ണൻ. കഴിഞ്ഞ തവണ NDAക്ക് കിട്ടിയ വോട്ട് പോലും ഇക്കുറി ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ കിട്ടാൻ സാധ്യതയില്ല. ഇനി നമ്മൾ നേരെ പോകുന്നത് 2020 എന്ന് പറയുന്ന ഒരു ലോക്കൽ പാർട്ടിയിലേക്കാണ്. ആ ലോക്കൽ പാർട്ടിയുടെ ഒരു സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ 2020 ശേഷം ഒരു വിജയവും അവർക്ക് കിട്ടിയിട്ടില്ല. പേര് പോലെ തന്നെ 2020 അസ്തമിച്ച ഒരു പാർട്ടിയാണ് 2020 എന്ന് പറയുന്നത്. അതുവരെ അവർ ചില ഗിമ്മിക്ക് നമ്പറൊക്കെ ഇറക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ടൊക്കെ മേടിച്ചിരുന്നു. പിന്നീട് നടന്ന നിയമസഭാ ഇലക്ഷനിൽ 8 ഇടങ്ങളിൽ അവർ മത്സരരംഗത്ത് ഈ സ്ഥാനാർത്ഥികളെ ഇറക്കിയിരുന്നു. കിറ്റക്സ് MD സാബു ജേക്കബിൻ്റെതാണ് ഈ പാർട്ടി എന്ന് പറയുന്നത്. അങ്ങനെ ഈ വിവാദ വ്യവസായി 8 ഇടങ്ങളിലും കാൻഡിഡേറ്റുകൾ നിർത്തുന്നു. അവസാനം പറയുന്നു ഈ 8 ഇടങ്ങളിലും തൻ്റെ സ്ഥാനാർത്ഥികൾ ജയിക്കുകയാണെങ്കിൽ ഇനി ആര് കേരളം ഭരിക്കുമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നൊക്കെ പറഞ്ഞ വളരെ പക്വതയില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് സാബു ജേക്കബ്. പക്ഷേ എല്ലായിടങ്ങളിലും പൊട്ടി. അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടായിരുന്ന കുന്നത്തുനാട് അഡ്വക്കേറ്റ് PV ശ്രീനിജൻ ഇവിടുത്തെ 2020 സ്ഥാനാർത്ഥിയെ മലർത്തിയടിച്ച് ജയിച്ച് നിയമസഭയിലേക്ക് പോയി. ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലുള്ള ചില വാദങ്ങളൊക്കെ ഉന്നയിച്ചാണ് സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കിയത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സാബു ജേക്കബിനെ സംബന്ധിച്ച് ഇത് ഈ ജൂൺ 4 എന്ന് പറയുന്ന തീയതി വളരെ നിർണായകമാണ്. കാരണം അദ്ദേഹത്തിന് ഇക്കുറി എന്തെങ്കിലും രീതിയിലുള്ള വേരിയേഷൻ, പ്രത്യേകിച്ച് ജയത്തിൽ കുറഞ്ഞത് ഒന്നും തന്നെ സംഭവിച്ചില്ലെങ്കിൽ ഈ പറയുന്ന സാബു ജേക്കബിന്റെ 2020 എന്ന് പറയുന്ന പാർട്ടി അസ്തമിച്ചു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. കുന്നത്തുനാട് മാത്രം ലീഡ് ചെയ്താൽ പോരാ, അല്ലെങ്കിൽ ചാലക്കുടിയിൽ മാത്രം ലീഡ് ചെയ്താൽ പോരാ, പെരുമ്പാവൂരിൽ മാത്രം ലീഡ് ചെയ്താൽ പോരാ. അതായത് സാബു ജേക്കബിനെ സംബന്ധിച്ച് എല്ലായിടങ്ങളിലും നല്ല ലീഡ് ചെയ്യണം. ഒപ്പം കിഴക്കമ്പലം എന്ന് പറയുന്ന അവരുടെ തലസ്ഥാന നഗരിയിൽ ഈ 2020 ലീഡ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ലീഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനർത്ഥം സാബു ജേക്കബിന്റെ ഉടായ്പ പാർട്ടിയായ 2020 എന്ന് പറയുന്ന പാർട്ടിയുടെ കാപഠ്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ പാർട്ടി സത്യത്തിൽ വളരെ മോശം സന്ദേശം മുന്നോട്ട് വെക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നത് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് BRS-ന് ഇലക്ട്രൽ ബോണ്ട് വഴി 25 കോടി രൂപ കൊടുത്ത്, അതായത് സുപ്രീം കോടതി നിയമവിരുദ്ധമെന്ന് പറഞ്ഞ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി 25 കോടി രൂപ സംഭാവന കൊടുത്ത ആളാണ് സാബു ജേക്കബ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഒപ്പം 2020 എന്ന് പറയുന്ന പാർട്ടിയുടെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാർഡ് കൊടുത്ത് ജനങ്ങളെ വിഭജിക്കുന്ന വളരെ മോശമായ ഭരണഘടനാ വിരുദ്ധമായ പല പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പാർട്ടിയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടൊക്കെ തന്നെ 2020 എന്ന് പറയുന്ന പാർട്ടി അതിദാരുണമായി ഇവിടെ പരാജയം ഏറ്റുവാങ്ങി. ഈ പാർട്ടി അസ്തമിക്കാനുള്ള ഒരു സാഹചര്യവും ഒക്കെയാണ് നമുക്ക് ജൂൺ 4 കാണാൻ കഴിയുക എന്നാണ് നമുക്കിതൊക്കെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരിക്കൽ കൂടി അഡ്വക്കേറ്റ് PV ശ്രീനിജൻ തലയുയർത്തിപ്പിടിച്ചു നിൽക്കാൻ പോകുന്നു. ഒരിക്കൽ കൂടി അഡ്വക്കേറ്റ് PV ശ്രീനിജന്റെ മുമ്പിൽ സാബു ജേക്കബ് തോക്കാൻ പോകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുന്നത്തുനാട് ഈ പറയുന്ന സാബു ജേക്കബ് ഇപ്പോൾ ഭരിക്കാത്ത പല പഞ്ചായത്തുകളിലേക്കുമൊക്കെ ഈ 2020യുടെ വ്യാമോഹ വലയങ്ങളുടെ വലയെറിഞ്ഞിട്ടുണ്ട്. ആ വലയിൽ വീണ ആളുകളുടെ വോട്ട് കിട്ടി. അവിടെയൊക്കെ ചെറിയ ലീഡിംഗ് ഉണ്ടായതുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല. ആ ലീഡുകൾക്കപ്പുറം സാബു ജേക്കബിന് ഈ പറയുന്ന എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ സാബു ജേക്കബിന് എന്തെങ്കിലും രീതിയിൽ ഒന്ന് തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയൂ. പക്ഷേ പോകുന്ന പോക്ക് കാണുമ്പോൾ 71.94% രേഖപ്പെടുത്തിയതെന്ന് കാണുമ്പോൾ സാബു ജേക്കബ്
തലയിൽ മുണ്ടിട്ട് മിക്കവാറും തെലങ്കാനയിലേക്കോ മറ്റോ പഴയതുപോലെ ഓടേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.